ഹലോ, എല്ലാവർക്കും ഹോം ഗ്രോൺ റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാനായി ഏത് ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ഒരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് അതിനെ മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് ചോക്ലേറ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം അല്ല, അതിന് പകരം ഞാൻ മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് നല്ല പോലെ ഇളക്കുക. എന്നിട്ട് ഇത് കുറച്ചും കൂടി തിക്കാവാൻ വേണ്ടി ഞാൻ അതേ പാനിൽ തന്നെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പാൽ നന്നായി തിളച്ച് വരുമ്പോൾ പഞ്ചസാര ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിന് നല്ല പോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ ആ ഒരു മിക്സ്ചർ തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഞാൻ അതേ പാനിൽ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം തിക്കുള്ള നല്ലൊരു ചോക്ലേറ്റ് ഗനാഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്തത്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 3 നേന്ത്രപ്പഴം, ഓറിയോ ബിസ്ക്കറ്റ്, നബാട്ടി വേഫർ, പിന്നെ 2 ജെംസ്, കുറച്ച് സ്റ്റിക്സും, കുറച്ച് ഓട്സ്, പിന്നെ ഒരു ചെറിയ പാക്ക് ചോക്കോസ്, പിന്നെ കുറച്ച് കപ്പലണ്ടി, പിന്നെ ചോക്ലേറ്റ് ഗനാഷ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെ പീസാക്കി മാറ്റാം. ഏകദേശം ഒരു 3-4 കഷ്ണങ്ങളാക്കി മാറ്റാം. എന്നിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്സ് നമ്മൾ കുത്തിവെക്കാം. ഈ ജെംസിനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മൾ ഈ ബനാന സ്റ്റിക്കിനെ ചോക്ലേറ്റ് ഗനാഷിലൊന്ന് മുക്കി ഈ പൊടിയാക്കി വെച്ച ജെംസിലേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനൊരു പ്ലേറ്റിൽ സൈഡിലായി വെക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേ മാനറിൽ നമ്മൾ ചെയ്തെടുക്കാം. ഇത് ഞാൻ മിക്സിയിലിട്ട് നല്ല പോലെ അടിച്ച ചോക്കോസാണ്. അപ്പോൾ ഇതിനൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം എടുത്ത് അതിനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഓറിയോ ക്രഷേഴ്സിലേക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേറൊരു ബനാന സ്റ്റിക്ക് എടുത്ത് ചോക്ലേറ്റിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് അതിനെ പൊടിച്ച് വെച്ച കപ്പലണ്ടിയിലേക്കൊന്ന് കവർ ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് കവർ ആയതിനു ശേഷം ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബനാന സ്റ്റിക്ക് എടുത്ത് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച നബാട്ടി വേഫേഴ്സ് എടുത്ത് അതിലേക്കൊന്ന് കവർ ചെയ്യാം. ഇതുപോലെ തന്നെ ഓട്സിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. കോട്ടിങ് ചെയ്ത് വെച്ച എല്ലാ ബനാന സ്റ്റിക്സും നമ്മൾ 1-2 മണിക്കൂർ ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്യാതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്.
കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക്